ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചവ്വരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ആ ചവ്വരി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ചവ്വരിയുടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാടിട്ടങ്ങ് കുറുക്കിയെടുക്കേണ്ട. ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചും കൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും, ഒരു 1/2 കപ്പ് കറുത്ത മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ 1/2 കപ്പ് പച്ചമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ